എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 83-ാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങളും മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. അരമണിക്കൂറിനുള്ളിൽ അനുവും സ്നേഹയും റെഡിയായി. അപ്പോഴും കാര്യമെന്തെന്ന് സിസ്റ്റർ അവരോട് പറഞ്ഞില്ല. അവർ അത്ര കർശനമായി ചോദിച്ചുമില്ല. അവരോട് അങ്ങനെ പറയാനുള്ള അധികാരമുള്ള ആളാണല്ലോ സിസ്റ്റർ. മാത്രമാണോ വെറുതെ ഒരു കാര്യത്തിന് രാവിലെ തന്നെ തങ്ങളെ വിളിക്കില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. അത്ര നിർബന്ധ ബുദ്ധിയുള്ള ആളാണെങ്കിൽ കുർബാനയ്ക്ക് പോകാൻ വിളിക്കാമായിരുന്നല്ലോ. മറ്റ് ചില മദർമാരുള്ളപ്പോൾ കുർബാന മുടങ്ങാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ തങ്ങളുടെ ക്ഷീണം മനസ്സിലാക്കി വിളിക്കാതെ പോകാനുള്ള യുക്തി കാണിക്കുന്ന സിസ്റ്റർ തീർച്ചയായും ഇപ്പോഴും അതിന് തക്ക കാര്യമില്ലാതെ വിളിക്കില്ലായിരുന്നു. അപ്പോൾ പിന്നെ കാര്യമായ എന്തോ പ്രശ്നമുണ്ട്. തയ്യാറായി പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് വേണമെങ്കിലും ചോദിക്കാൻ സമയം കിട്ടുമല്ലോ. ഇപ്പോൾ തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു കാര്യം അറിയണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കായാലും ആകാംക്ഷ സഹിക്കാൻ പറ്റില്ലല്ലോ. രാവിലെ വെറുതെ എവിടെയും പോകാൻ പറയില്ല എന്ന കാര്യം തീർച്ച തന്നെ. അത് തന്നെയായിരുന്നു ഈ കുട്ടികളുടെ കാര്യവും. കോൺവെൻറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അവർ സിസ്റ്ററോട് വിവരം ചോദിച്ചു. ഇന്ന് മുഴുവൻ ഉറങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ് ഞങ്ങൾ. സിസ്റ്ററോട് ഞങ്ങൾ പറയുകയും ചെയ്തതാണ്. എന്തെങ്കിലും അത്യാവശ്യമുണ്ടായിട്ടായിരിക്കും വിളിക്കുന്നത് എന്നറിയാം. പക്ഷേ അത്യാവശ്യം എന്താണെന്ന് ഇതുവരെയും അറിയില്ല. പറയാൻ കഴിയുന്ന കാര്യമായിരിക്കുമല്ലോ. അത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്കത് അറിഞ്ഞിരിക്കാമായിരുന്നു. നിങ്ങളോട് പറയാൻ കഴിയാത്ത കാര്യമൊന്നുമല്ല. പുനരധിവാസ കേന്ദ്രത്തിലെ ലീലാമ്മച്ചിയെ ഇന്ന് രാവിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നവർ വിളിച്ചു പറഞ്ഞു. അല്പം കൂടുതലാണ് പോലും. പെട്ടെന്ന് അവിടെ എത്താനാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണല്ലോ ഞാൻ നിങ്ങളോടും പറഞ്ഞത്, പെട്ടെന്ന് അവിടെ എത്തണമെന്ന്. കേട്ടപ്പോഴേ അനുവിനാകെ സങ്കടമായി. അമ്മച്ചിക്ക് എന്തു പറ്റിയതാവും? ഇന്നലെ കണ്ടപ്പോൾ കാര്യമായ ഒരു കുഴപ്പവുമുള്ളതായി തോന്നിയതല്ല. എന്നാൽ ഇല്ലെന്ന് പറയാനും കഴിയില്ലായിരുന്നു. തനിക്ക് തോന്നിയില്ല എങ്കിലും പ്രായത്തിൻ്റേതായ വയ്യായ്കകൾ അമ്മച്ചിക്കുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ ആശുപത്രിയിൽ പോകാൻ നിർബന്ധിച്ചത്. ഇന്നലെയും മരണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. എങ്കിലും മരണകരമായ ഒരസുഖവുമുള്ളതായി തനിക്ക് തോന്നിയില്ല. ഒരസുഖം വരാൻ അധിക സമയം വല്ലതും വേണോ? പ്രത്യേകിച്ചും പ്രായമായവർക്ക്. പിന്നെ ഇന്ന് എന്താണ് പ്രശ്നം എന്നറിയില്ല. അവിടെ നിന്നും കൃത്യമായ വിവരം കിട്ടി കാണില്ല. സിസ്റ്ററിനും വിശദമായി അറിയാമോ എന്ന് സംശയമുണ്ട്. ഏതായാലും ചോദിച്ചു നോക്കാം. അമ്മച്ചിക്കിപ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിച്ചു? എന്തിനാണാവോ ആശുപത്രിയിൽ കൊണ്ടുപോയത്? അങ്ങനത് വല്ലതും പറഞ്ഞോ? നെഞ്ചുവേദന എന്നാണ് പറഞ്ഞത്. മൈനർ അറ്റാക്ക് ആണോ എന്ന് അവർക്കും സംശയമുണ്ട്. അത്രയുമേ എനിക്ക് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞുള്ളൂ. നമ്മൾ അങ്ങോട്ട് തന്നെയാണല്ലോ പോകുന്നത്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് അറിയാൻ മേലേ. അത് പോരെ പിള്ളേരെ. അതോടെ അനുവിൻ്റെ നടപ്പിന് വേഗത കൂടി. എത്രയും വേഗം അവിടെ എത്തണം. കോൺവെൻറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ ഒരു വാഹനത്തിലാണ് അവർ ആശുപത്രിയിലേക്ക് പോയത്. ആശുപത്രിയിൽ അവർ എത്തുമ്പോൾ അമ്മച്ചിയെ ICUവിൽ കയറ്റിയിരിക്കുകയായിരുന്നു. അങ്ങോട്ട് ഇപ്പോൾ ആരെയും പ്രവേശിപ്പിക്കുകയുമില്ല. പുറത്ത് കാത്തിരിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമേ ആർക്കും സാധിക്കുകയുള്ളൂ. പുനരധിവാസ കേന്ദ്രത്തിൽ നിന്നുള്ള കുറേ പേരും അവിടെ വന്ന് നിൽപ്പുണ്ട്. ഡോക്ടർമാർ എന്തെങ്കിലും പറഞ്ഞോ? ഇപ്പോഴത്തെ നില എങ്ങനെയുണ്ട് എന്നറിയാമോ? ആരെയെങ്കിലും കാണാൻ സമ്മതിക്കുമോ? 24 മണിക്കൂർ കഴിയാതെ യാതൊന്നും പറയാൻ പറ്റില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ബോധം തെളിഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ ആരെയെങ്കിലും അന്വേഷിച്ചാൽ അവരോട് കയറി കണ്ടുകൊള്ളാൻ പറഞ്ഞു.
ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല, ആരെയും അന്വേഷിച്ചിട്ടുമില്ല. അബോധാവസ്ഥയിൽ മരണാസന്നയായി കിടക്കുന്ന ലീലാമ്മച്ചിയെ മനസ്സുകൊണ്ട് കണ്ടപ്പോൾ തന്നെ അനുവിന് വല്ലാത്ത സങ്കടം വന്നു. അവൾക്ക് തേങ്ങലടക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവിടെ ഇരുന്ന് കരഞ്ഞാൽ മറ്റുള്ളവർ ചോദിച്ചാൽ എന്തു പറയും എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവൾ സ്നേഹയുടെ പുറകിലേക്ക് തല ഒളിപ്പിച്ച് മനസ്സിലെ വിഷമം തൽക്കാലം ഒന്ന് കുറയുവോളം കരഞ്ഞു. ആരെങ്കിലും കണ്ട് നിങ്ങളുടെ ആരാണ് അകത്തുള്ളത് എന്ന് ചോദിച്ചാൽ എന്താണ് പറയാനുണ്ടാവുക എന്നതാണ് പ്രശ്നം. പറയാൻ മാത്രം ഒരു ബന്ധം താനും ലീലാമ്മച്ചിയും തമ്മിലുണ്ടോ? അധിക സമയം കഴിയും മുമ്പ് എപ്പോഴോ ലീലാമ്മച്ചിക്ക് ബോധം തെളിഞ്ഞു. അപ്പോൾ അവർ അന്വേഷിച്ചത് സുന്ദരിക്കുട്ടിയെയാണ്. അവളുടെ പേരല്ല പറഞ്ഞതത്രേ. അവളുടെ പേര് അവരുടെ ബോധമണ്ഡലത്തിൽ നിന്നും മാഞ്ഞുപോയി എന്ന് തോന്നുന്നു. എന്നാലും അവളെ വിളിച്ചുകൊണ്ടിരുന്ന പേര് ഓർമ്മയിൽ കിട്ടി. ചെല്ലപ്പേരുകൾ മറക്കാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഒരാളെ അന്വേഷിച്ചതുകൊണ്ട് ആ വിവരം പറയാൻ ഒരു നേഴ്സ് പുറത്തിറങ്ങി വന്നു. എന്നിട്ട് അവിടെ നിന്നവരോടായി ചോദിച്ചു, അവർ ഒരു സുന്ദരിക്കുട്ടിയെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെയെങ്കിലും അങ്ങനെ അവർ വിളിക്കുന്നതായി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർ മാത്രം ഒന്ന് അകത്ത് കയറി വന്നാൽ മതി. അവർക്കിപ്പോൾ കണ്ട് വർത്തമാനം പറയാൻ കഴിയും. അനു അപ്പോൾ തന്നെ എഴുന്നേറ്റ് സിസ്റ്ററോടൊപ്പം ICUവിലേക്ക് പോയി. സാധാരണ നേഴ്സുമാർ പറയാറുള്ള നിർദ്ദേശങ്ങളൊക്കെ അവർ അനുവിനോടും പറഞ്ഞു. പേഷ്യൻറ്റിനെ കൊണ്ട് അധികം സംസാരിപ്പിക്കരുത്, മനസ്സിന് വിഷമമുണ്ടാകുന്ന ഒന്നും പറയുകയും ചെയ്യരുത്. അതാണല്ലോ പൊതുവെ പറയാറുള്ളത്. അവിടെ ചെന്ന് കണ്ടപ്പോൾ ലീലാമ്മച്ചി യാതൊരു കുഴപ്പവുമില്ലാത്ത രീതിയിലാണ് കിടപ്പ്. പുനരധിവാസ കേന്ദ്രത്തിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ. സാധാരണ ഉള്ളതുപോലുള്ള ചിരിയുമുണ്ട്. സന്തോഷവതിയായി കിടക്കുന്ന ലീലാമ്മച്ചിയെ കണ്ടപ്പോൾ തന്നെ അനുവിൻ്റെ മനസ്സിന് അല്പം സമാധാനമായി. എന്നാൽ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞ കാര്യം അനുവിന് തീരെ സമാധാനം കൊടുക്കുന്നതായിരുന്നില്ല. ലീലാമ്മച്ചിക്ക് പോകാറായി മോളെ. പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം അമ്മച്ചി നേരത്തെ തന്നെ പൂർത്തിയാക്കിയതാണ്. കഴിഞ്ഞയാഴ്ച തന്നെ ഞാൻ അന്ത്യകുദാശയും സ്വീകരിച്ചതാണ്. എന്നെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ആളുകളെ ഇപ്പോൾ എനിക്ക് നന്നായി കാണാം. അവരെന്നെ അവരുടെ അരികിലേക്ക് മാടി വിളിക്കുന്നുണ്ട്. ഞാൻ പോകുന്നതുകൊണ്ട് എൻ്റെ സുന്ദരിക്കുട്ടി കരയുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട. നിനക്ക് ജോലി കിട്ടുന്നതും ഒരു സുന്ദരക്കുട്ടനോടൊപ്പം നന്നായി ജീവിക്കുന്നതുമൊക്കെ ഇപ്പോൾ എനിക്ക് കാണാം. നീ സന്തോഷമായിരിക്കും എന്ന് വാക്ക് തന്നാൽ മതി. ലീലാമ്മച്ചിക്ക് ഒന്നും സംഭവിക്കില്ല, യാതൊരു കുഴപ്പവുമില്ല എന്നാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഓർമ്മിക്കാതെ ഇപ്പോൾ സമാധാനമായി അവിടെ കിടന്നേച്ചാൽ മതി. അതല്ല മോളെ, ഓരോരുത്തർക്കും അവരവരുടെ മരണസമയമാകാനാകുമ്പോൾ മാത്രം വെളിപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊരു കാരണവശാലും മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല. അതൊക്കെ ഇപ്പോൾ എനിക്ക് വെളിപ്പെടുന്നു. മരിച്ചുപോയ എൻ്റെ മാതാപിതാക്കളെയും ഭർത്താവിനെയും എല്ലാം ഇപ്പോൾ എനിക്ക് കാണാം. അവർ വിളിക്കുന്നത് അറിയാം. അതൊക്കെ വെറും തോന്നലാണോ യഥാർത്ഥത്തിലുണ്ടാവുന്നതാണോ എന്നറിയാനൊക്കില്ല. അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കാം. മരിച്ചുപോയവർ ആരെങ്കിലും തിരിച്ചു വന്ന് യഥാർത്ഥ വിവരം പറയുകയില്ലാത്തത്രയും കാലം ഇത് സംശയമായി തന്നെ നിൽക്കും. ലീലാമ്മച്ചിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് വളരെ മുൻപ് തന്നെ അവരുടെ മക്കളെ വിവരമറിയിച്ചതാണ്. ആർക്കും വരാൻ സമയം കിട്ടില്ല എന്നാണ് അറിയിച്ചത്. ചടങ്ങുകളെല്ലാം ഇവിടെ നടത്തിക്കൊള്ളാൻ സമ്മതപത്രം എഴുതി അയച്ചു കൊടുക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ ചിലർക്കൊക്കെ മുലപ്പാൽ ബന്ധം. ലീലാമ്മച്ചിയുടെ ബെഡിനോട് ചേർന്ന് തന്നെ അനു ഇരുന്നു. വളരെ പെട്ടെന്നാണ് അവരിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. ആദ്യം കണ്ണ് മുകളിലേക്ക് മറിഞ്ഞു പോകുന്നതാണ് കണ്ടത്. അത് അത്ര നല്ല ലക്ഷണമല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതുകൊണ്ട് അപ്പോൾ തന്നെ സിസ്റ്ററെ വിളിച്ച് വിവരം പറഞ്ഞു. വേഗം തന്നെ അവർ ഡോക്ടറെയും അറിയിച്ചു. എല്ലാവരും ഓടി വന്നു, പരമാവധി പരിശ്രമിച്ചു. എന്നാലും പോകേണ്ടയാൾ കൃത്യസമയത്ത് തന്നെ പോയി. ലീലാമ്മച്ചിയുടെ അവസാന ശ്വാസവും നിലച്ചു.
തളർന്നു വീണ അനുവിനെ സ്നേഹയാണ് താങ്ങി പിടിച്ചു കൊണ്ടുപോയത്. അവൾക്കും സങ്കടമുണ്ട്, എന്നാലും അനുവിലോളം ഇല്ല. അവർക്ക് വേണ്ടി കരയാൻ ഈ 2 കുട്ടികളല്ലാതെ ആരുമില്ല. അവരെങ്കിലും ഉണ്ടല്ലോ. വേണ്ടപ്പെട്ടവർക്കാർക്കും വേണ്ടാത്തതുകൊണ്ടല്ലേ. അവർക്കാർക്കും വന്നു കാണാനും ചരമത്തിൽ ദുഃഖിക്കാൻ പോലും സമയമില്ലാതെയുള്ള സാഹചര്യത്തിൽ ഈ കുട്ടികളെങ്കിലും ഉണ്ടല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം. പിറ്റേ ദിവസമായിരുന്നു ലീലാമ്മച്ചിയുടെ അടക്ക് തീരുമാനിച്ചിരുന്നത്. അവരുടെ ബന്ധുക്കളായിട്ട് ആരും തന്നെ ഉള്ളതായി പുനരധിവാസ കേന്ദ്രത്തിന് അറിയില്ലായിരുന്നു. അവരുടെ ഭർത്താവും അവിടെ കിടന്നു തന്നെയാണല്ലോ മരിച്ചത്. അന്ന് അറിയിച്ചവരുടെ വിവരങ്ങൾ തപ്പിയെടുത്ത് വിളിക്കാൻ കഴിയുന്നത്ര ആളുകളെ വിളിച്ച് വിവരം പറഞ്ഞു. അവരെ പുനരധിവാസ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് വിട്ട ആളുകളെ അറിയാമായിരുന്നു. അവരെ അറിയിക്കാം എന്നല്ലാതെ പുനരധിവാസ കേന്ദ്രത്തിന് കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ മുഖാന്തരം അറിയിക്കാൻ കഴിയാവുന്ന അത്രയും ആളുകളെയും അറിയിച്ചു. ബാക്കി വിവരം പത്രങ്ങളിലൂടെയും എല്ലാവരെയും അറിയിച്ചു. മക്കൾക്ക് പോലും വരാൻ താല്പര്യമില്ലാത്തിടത്ത് പിന്നെ ആര് വരാനാണ്? എന്നാലും അറിയിച്ചില്ല എന്ന് വരാൻ പാടില്ലല്ലോ. ചിലരങ്ങനെ ന്യായം പറയുകയും ചെയ്യും. പിറ്റേ ദിവസം അടക്കിൻ്റെ സമയം തീരുമാനിച്ചിരുന്നത് ഉച്ച കഴിഞ്ഞ് 3 മണിയാണ്. അതിനു മുൻപ് തന്നെ ആളുകൾ കുറേയേറെ പേർ അവിടെ വന്നു. റീത്ത് സമർപ്പിക്കേണ്ടവർ സമർപ്പിക്കുകയും ഇല്ലാത്തവർ കണ്ടു പ്രാർത്ഥിച്ചിട്ട് പോവുകയും ചെയ്തു. എല്ലാവരും ഒന്നും റീത്ത് സമർപ്പിക്കാറില്ലല്ലോ. 3 മണിയാകാറായി. അച്ഛൻ വരാനാകുന്നു. അച്ഛൻ വന്നാൽ ഉടനെ ചടങ്ങുകൾ ആരംഭിക്കും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അച്ഛൻ വരുന്നതിന് തൊട്ട് മുൻപ് അവിടേക്ക് വന്ന മാരുതി വാഗ്നറിൽ നിന്നും ഇറങ്ങിയ ആളുകളെ കണ്ട അനുവിൻ്റെ മുഖത്ത് വിവിധ വികാരങ്ങളുടെ മിന്നലാട്ടമുണ്ടായത് വളരെ പെട്ടെന്നാണ്. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തുതന്നെയാണെങ്കിലും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ച കഴിഞ്ഞ് 2:30. ഓക്കേ.